കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ മെൻസ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചതായി മന്ത്രി വി.എൻ. വാസവൻ. പൊതുജനാരോഗ്യത്തെ തകർക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് എസ്.എഫ്.ഐ. കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം സംഘടിപ്പിച്ച വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.എൻ. വാസവൻ. കേരളത്തിലെ പൊതുജനാരോഗ്യത്തെ തകർക്കാനുള്ള ബി.ജെ.പി. യു.ഡി.എഫ് കൂട്ടുകെട്ടിനെതിരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം എസ്.എഫ്.ഐ. വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന സംഗമം മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെന്നും മന്ത്രി. കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ആദ്യം മുന്നോട്ട് വെച്ചത് ചികിത്സയ്ക്കായി ഇവിടെ എത്തിയ അവിടുത്തെ പെൺകുട്ടി BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ആ കുട്ടിക്ക് മാരകമായൊരു രോഗം, വലിയൊരു മേജർ സർജറി, ന്യൂറോ സർജറി വിഭാഗത്തിൽ വേണ്ടി വരും. അത് ചെയ്യണം, നിശ്ചയമായും അത് ചെയ്യുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് ന്യൂറോ സർജറി വിഭാഗം 9 മണിക്കൂർ എടുത്ത് നടത്തിയ സർജറിയിൽ ആ കുട്ടി സുഖം പ്രാപിച്ച് ഞാൻ ഇപ്പോൾ കയറി കണ്ടിട്ടാണ് വരുന്നത്. ആ കുട്ടിയായി സംസാരിച്ചപ്പോൾ പൂർണ്ണ സംതൃപ്തിയാണ്. ആ കുട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. രോഗം വിമുക്തമായി. അപ്പോൾ ആ കുട്ടിയെ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കണമെന്ന ഡിമാൻഡ് നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ച് നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. എസ്.എഫ്.ഐ. സംസ്ഥാന സെക്രട്ടറി PS സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ എസ്.എഫ്.ഐ. സംസ്ഥാന കമ്മിറ്റി അംഗം സൂരജ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് റജി സക്രിയ, എസ്.എഫ്.ഐ. ജില്ലാ സെക്രട്ടറി ആഷിഖ്, ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.